എറണാകുളം സൗത്തിൽ അനാശാസ്യ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ ഇടപാടുകാരും നടത്തിപ്പുകാരും അടക്കം 9 പേർ പിടിയിൽ. നടത്തിപ്പുകാരിൽ പ്രധാനി അക്ബറും ഇയാളുടെ 2 സുഹൃത്തുക്കളും ഇതര സംസ്ഥാനക്കാരായ 6 സ്ത്രീകളുമാണ് പിടിയിലായത്. നഗരത്തിലെ ചില വിദ്യാർത്ഥികളും IT പ്രൊഫഷണലുകളും അടക്കം ഇവരുടെ വലയിൽ കുടുങ്ങിയതായും സംശയമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹമോൾ, ഗുഡ് മോർണിംഗ്. ഈ നടത്തിപ്പ് കേന്ദ്രം, അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ഇന്നലെ രാത്രി 7:30 കൂടിയായിരുന്നു കടവന്ത്ര പോലീസ് ഈ എറണാകുളം സൗത്തിലുള്ള ഒരു കെട്ടിടത്തിൽ പരിശോധന നടത്തുന്നത്. ഈ പരിശോധന പുലർച്ചെ വരെ നീണ്ടുപോയി. ഈ പരിശോധനയിലാണ് ഈ മുഖ്യ കണ്ണിയായ ഈ അക്ബർ അലി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ 2 പേരെയും കൂടി പിടിയിലാകുന്നത്. അക്ബർ അലി, അതോടൊപ്പം തന്നെ ഇയാളുടെ സുഹൃത്ത് മുനീറ, ഒരു ഇടപാടുകാരനും പിടിയിലായി. കൂടെ തന്നെ ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന 6 വനിതകളും പിടിയിലായിട്ടുണ്ട്. ഇവർ ഉത്തരേന്ത്യൻ സ്വദേശിനികളാണ്. ഇവർ ഇടപ്പള്ളിയിലെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ സൗത്തിലെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവരെ ഈ വീടെടുത്ത് വാടകയ്ക്ക് താമസിപ്പിച്ചിരുന്നതും ഈ അക്ബർ അലി ആയിരുന്നു. അക്ബർ അലി പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും അടക്കം ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഏതായാലും ഇയാളുടെ ഒരു രീതി അനുസരിച്ച് ഈ രാത്രി കാലങ്ങളിലാണ് ഇയാളുടെ സുഹൃത്തുമായി ഇയാൾ ഒരു ആഡംബര കാറിൽ കറങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ രാത്രി കാലങ്ങളിലാണ് ഈ പെൺകുട്ടികൾ, അതായത് പ്രത്യേകിച്ചും നൈറ്റ് ഹാങ് ഔട്ട് എന്ന് ഇപ്പോൾ നമ്മൾ പറയും, ഈ കൊച്ചിയിലെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്ന ഈ പെൺകുട്ടികളെ ആദ്യം സുഹൃത്തുക്കളാക്കി ഇയാൾ വലയിലാക്കും. അതിനുശേഷം ലഹരി നൽകി ഇവരെ വശത്താക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും പിടിയിലായ പെൺകുട്ടികൾ പറയുന്നത് ഇവർ ഇതിൽ പെട്ടുപോയതാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ നഗരത്തിലെ പല വിദ്യാർത്ഥികളും IT പ്രൊഫഷണൽസും അടക്കം ഇയാളുടെ ഒപ്പമുണ്ടായിരുന്നു, ഇയാളുടെ വലയിൽ അകപ്പെട്ടിരുന്നു എന്നൊരു കാര്യവും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആരൊക്കെയാണ് ഇയാളുടെ ഈ അക്ബർ അലിയുടെ ഈ വലയിൽ ഉൾപ്പെട്ടത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും 9 പേരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഈ പെൺകുട്ടികളെ ഉപയോഗിച്ച് ഇയാൾ സമ്പാദിച്ചത് ലക്ഷക്കണക്കിന് രൂപയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ആരൊക്കെയാണ് ഇയാളുടെ ഈ വലയിൽ അകപ്പെട്ടത് എന്നുള്ളത് തുടർ ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.